ഹായ് ഗൈസ്. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു കുറേ നാളുടെ വീഡിയോസ് കാണുന്നില്ല, വീഡിയോ ഇടുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ടൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല, ടൈം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്, ഇന്നിവിടെ സൺഡേ. അപ്പം ഇന്ന് സൺഡേ ഞാനും തമ്പുരും പിന്നെ ഇവിടുത്തെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഇവിടുത്തെ ഒരു പള്ളിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇവിടുത്തെ പള്ളിയിൽ പോയിട്ടില്ല, പള്ളി എങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പം അവരിന്ന് പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു നോക്കി ഞങ്ങളും വരാം. അങ്ങനെ ഞങ്ങളിന്ന് പള്ളിയിൽ പോവുക. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം പള്ളിയിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ ഇവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം വേണ്ട പള്ളിയിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. 11 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും 11:30. ഞങ്ങളോട് ഇന്നലെ 10:45 പറഞ്ഞ ടൈമായിരുന്നു. ഇപ്പം ഇവർ വന്നപ്പോൾ എത്ര മണിയാടാ? 11:15 നോക്ക്, ഇപ്പോഴാണല്ലോ വരുന്നത്. എന്ത് ഇന്നലെ എന്തോ പറഞ്ഞെന്തോ എത്ര മണി? ഇവർ 2 പേരും ഞങ്ങളോട് പറഞ്ഞിരുന്നു 11 മണിയാകുമ്പോൾ റെഡി ആയിരുന്നു. 11 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്തിയാൽ 11:30. പള്ളിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോയി കാണും വീട്ടിൽ. എന്ത് നമ്മൾ എത്തുന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം ഇവിടെ എത്ര എന്തോരം ഉണ്ട്. 1 കിലോ 2 കിലോമീറ്റർ തന്നെ ഉള്ളു. 100 മീറ്റർ 2 കിലോമീറ്റർ എടുത്തുണ്ടോ ഇവിടെ നിന്ന്. നമുക്ക് നോക്കാം. ശരിക്കും ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു, ഒരു ട്രാഫിക്കും കാണത്തില്ല ഈ സൺഡേ ആയപ്പോഴത്തേക്ക്. ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ ലേറ്റ് ആയി. നോക്കാം. എന്തൊക്കെയാലും നല്ല ക്ലൈമറ്റ് ആട്ടോ. അപ്പൊ നമ്മള് വേണ്ട പള്ളിയിലെത്തി. അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട് കേട്ടോ, നല്ല രീതി തിരക്കുണ്ട്. അളിയേ ഈ സമയത്താണ് എപ്പോഴും വരുന്നത്. 11 മണിക്ക് വരും. അപ്പൊ ഇന്ന് സ്നേഹമാണ് അപ്പൊ ലേറ്റ് ആക്കിയത്. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട്. വേണ്ട ഇവിടെ മഞ്ഞൊക്കെ പോയി. അത്യാവശ്യം ഇന്ന് നല്ല ക്ലൈമറ്റ്. ഇന്ന് എത്ര 8 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. തമ്പരു ആടെ നമുക്കിനി പള്ളിക്കകത്തേക്ക് കയറി നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, പോയി നോക്കാം. അപ്പൊ നമ്മൾ പള്ളിയിലെ കുർബാനൊക്കെ കൂടി നമ്മൾ പുറത്തിറങ്ങി. വേണ്ടേ അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവുക. വേണ്ടേ ഇത് സ്നേഹ, എബി ചേട്ടൻ, ജിബി, തമ്പുരോട് ഒളിച്ചിപ്പുണ്ട്. വേണ്ട തമ്പുരു. അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടുള്ളൂ. നൈസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വെച്ച് പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവനെ മാറി നിൽക്കുന്നു, നോക്ക് വെയിലടിക്കാന്ന് പറയുന്നത്. ഇതാണ് എബി ചേട്ടൻ കേട്ടോ. ചേട്ടനോടെ നാട്ടില് പത്തനംതിട്ട. അതെ, കോന്നി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ നോക്കാം. എവിടെ പോകുന്നത് വെച്ചാൽ അതിന്റെ എല്ലാ വീഡിയോസും നമ്മൾ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. സ്നേഹിക്കിപ്പം ചെറിയായിട്ടൊരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അതെ ഞങ്ങളിപ്പോ ഇടയ്ക്ക് ഒരു ട്രിപ്പൊക്കെ പോയിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ സ്നേഹയുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിന്റെയും കഴിഞ്ഞ എല്ലാ വീഡിയോസ് ചെറിയ ചെറിയ ഷോർട്സ് റീലൊക്കെ ആയിട്ട് അതിൽ കിടപ്പുണ്ട്. അപ്പൊ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ നമ്മള് ഇത് വേണ്ട നേരെ ഫുഡ് കഴിക്കാണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു ബൊഫേ ഉണ്ട്. അപ്പം നമ്മൾ അതിന് വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ കണ്ട ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി.
നമുക്ക് ഫുഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ സെറ്റ് ആയി ബൊഫേ ആയിരുന്നു. എന്തൊക്കെയാ, ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൺ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ഫിഷ് എല്ലാം ഉണ്ടായിരുന്നു. സെറ്റായി വേറെ ഫുൾ ആയിട്ടിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു? അടിപൊളി. ജിബിന് വയറ് നിറഞ്ഞില്ല, ഒന്നുകൂടെ കയറണമെന്നാ പറയുന്നത്. കയറണമെങ്കിൽ ഇപ്പം തന്നെ കയറണം. 2 പ്ലേറ്റ്. ഇതൊക്കെയാലും ഫുഡും കഴിച്ച് ഇന്ന് നൈസായിരുന്നു. സൺഡേ ആയിട്ട് പള്ളിയിലും പോയി ഫുഡും കഴിക്കാനായിട്ട് എല്ലാവരും വന്ന്